നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഹായ് കൂട്ടുകാരെ, ഞാൻ വീട്ടിലെത്തി. വെക്കടാ വെടി എന്ന ചാനൽ ഇന്ന് 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഇനി ഗ്രേറ്റ് ഫാദറിന്റെ റിവ്യൂ. ഗ്രേറ്റ് ഫാദറിന് തൊട്ടു മുൻപ് പൃഥ്വിരാജിന്റെ ടിയാൻ എന്ന സിനിമയുടെ ടീസർ കാണിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്രഹ്മാണ്ഡം. പിന്നെ സർപ്രൈസായി ദുൽഖറിന്റെ CIA ടീസറും കാണിച്ചു, ഒരു ചെറിയ ക്യൂട്ട് ടീസർ. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ദ ഗ്രേറ്റ് ഫാദറിന്റെ റിവ്യൂ. ഇത് തികച്ചും വ്യക്തിപരം മാത്രമാണ്. ആദ്യമേ ചിത്രത്തിന്റെ ടെക്നീഷ്യൻസിനെയും അഭിനേതാക്കളെയും പരിചയപ്പെടാം. ചിത്രത്തിന്റെ രചനയും സംവിധാനവും നവാഗതനായ ഹനീഫ് അദേനിയാണ്. ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജും സംഘവുമാണ് ഗ്രേറ്റ് ഫാദർ നിർമ്മിച്ചിരിക്കുന്നത്. സംഗീതം ഗോപി സുന്ദർ, പശ്ചാത്തല സംഗീതം സുഷിൻ ശ്യാം. ഇനി ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. മമ്മൂട്ടി ഡേവിഡ് നയനാൻ എന്ന ബിൽഡറായി എത്തുന്നു. സ്നേഹ ഡേവിഡിന്റെ ഭാര്യ മിഷേൽ ആകുന്നു. ബേബി അനിഖ ഇവരുടെ മകൾ സാറ ഡേവിഡും. പിന്നെ ആര്യ ചിത്രത്തിൽ ആൻഡ്രൂ ഈപ്പൻ എന്ന പോലീസ് കഥാപാത്രമായി എത്തുന്നു. മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പ് കിട്ടിയ ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ. അതുകൊണ്ട് തന്നെ ആരാധകരും വൻ ആവേശത്തോടു കൂടിയാണ് തിയേറ്ററിലേക്ക് കയറിയത്. ബേബി അനിഖയെയാണ് ചിത്രത്തിൽ ആദ്യം കാണിക്കുന്നത്. പിന്നീട് അടുത്തത് കാണിക്കാൻ പോകുന്നത് മമ്മൂക്കയെയാണെന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി. ഇക്കയുടെ സ്റ്റൈലിഷ് ഇൻട്രോയ്ക്കായി എല്ലാവരും കാത്തിരുന്നു. ചിത്രം തുടങ്ങി 30 മിനിറ്റ് ആയപ്പോൾ ഒരു വൈറ്റ് കാറ് സ്കൂൾ ബസ്സിന് മുൻപിൽ സ്കിഡ് ചെയ്തങ്ങ് നിർത്തി. അതിൽ നിന്നും ഇറങ്ങി വന്നത് ദ മോസ്റ്റ് സ്റ്റൈലിഷ് ഡേവിഡ് നയനാൻ. തിയേറ്റർ ആകെ ആർപ്പ് വിളികൾ കൊണ്ട് നിറഞ്ഞു. സ്കൂൾ ബസ്സിൽ നിന്ന് ദാറ്റ്സ് മൈ ഹീറോ എന്ന് കൂട്ടുകാരോട് പറഞ്ഞ് സാറ പപ്പയുടെ അടുത്തേക്ക് പോയി. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ ലുക്കാണ്. വെളുത്ത് തുടുത്ത് ഒരു ആപ്പിൾ പോലെയാണ് മമ്മൂക്ക ഇരിക്കുന്നത്. ചിത്രത്തിലെ കോപ്പ് ആൻഡ്രൂ ഈപ്പൻ, അതായത് ആര്യ, പുള്ളിയും ലുക്കിന്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല. ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള തീമാണ് ഗ്രേറ്റ് ഫാദർ കൈകാര്യം ചെയ്യുന്നത്. മമ്മൂക്ക, ആര്യ, ബേബി അനിഖ, സ്നേഹ, പിന്നെ മറ്റ് കഥാപാത്രങ്ങളെല്ലാം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഗ്രേറ്റ് ഫാദർ തുടങ്ങുമ്പോൾ ഒരു ഫീലുണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ സിനിമറ്റോഗ്രഫിയും. പക്ഷേ ചിത്രം മൊത്തത്തിൽ കിട്ടിയ ഹൈപ്പിനോട് നീതി പുലർത്തിയോ? ചിത്രം കണ്ടവരോടാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഇത്രയും നാള് മനസ്സിൽ കണ്ട ചിത്രമല്ല ദ ഗ്രേറ്റ് ഫാദർ. നമ്മൾ ആഗ്രഹിച്ച ഒരു മാസ് കഥാപാത്രമല്ല ഡേവിഡ് നയനാൻ. യുവാക്കൾക്ക് തിയേറ്ററിൽ പോയി ആഘോഷിക്കാനുള്ള ചിത്രമല്ല ഇത്. ഇത് ഒരു മാസ് സ്റ്റൈലിഷ് ചിത്രത്തിനപ്പുറം ഒരു ഫാമിലി മൂവിയാണ്. ഫാമിലി മൂവിയായി പരിഗണിച്ചാൽ ദ ഗ്രേറ്റ് ഫാദർ മികച്ചൊരു ചിത്രമാണ്. അച്ഛൻ മകൾ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രം കുടുംബ പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട ഒന്നാണ്. അമർ അക്ബർ അന്തോണി, പുതിയ നിയമം എന്നീ ചിത്രങ്ങളുടെ തീമുമായി നല്ല ബന്ധമുണ്ട് ദ ഗ്രേറ്റ് ഫാദറിന്റെ തീമിന്. പക്ഷേ ചിത്രം എടുത്തിരിക്കുന്നത് പുതുമയുള്ള ഒരു രീതിക്കാണ്. ചിത്രം കണ്ട് തിയേറ്ററിന് വെളിയിലെത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം തോന്നി. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫീല്, ആ ഒരു കലിപ്പ്, ആ ഒരു മാസ് ഫീലിംഗ് ചിത്രത്തിൽ കുറവാണ്. ഡേവിഡ് നയനാൻ എന്ന കഥാപാത്രം സ്റ്റൈലിഷും കൂളുമാണ്. പക്ഷേ നമ്മളെ രോമാഞ്ചപ്പെടുത്തുന്ന പഞ്ച് ഡയലോഗുകളോ ഫൈറ്റ് സീനുകളോ ചിത്രത്തിലില്ല. മമ്മൂക്ക തോക്കെടുത്തത് 1-2 തവണ. ആകെയുള്ളത് ഒരു ഫൈറ്റ് സീൻ. എൻ്റെ തൊട്ടടുത്തിരുന്നത് ഒരു കട്ട മമ്മൂക്ക ആരാധകനാണ്. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമ കാണാൻ ഇരുന്നത്. ആരെങ്കിലും ചിത്രത്തിന്റെ പടം പിടിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഇൻട്രോ കഴിഞ്ഞ് അദ്ദേഹം വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന ഇക്കയുടെ ഡയലോഗുകൾ അദ്ദേഹവും കൂട്ടുകാരും ആഘോഷമാക്കി. വലിയ ഓളമില്ലാതെ ഫസ്റ്റ് ഹാഫ് തീരാറായി. എന്നിട്ടും അദ്ദേഹവും ഞാനും ബാക്കിയുള്ളവരും മമ്മൂക്കയുടെ മരണമാസ് ട്രാൻസ്ഫോർമേഷനായി കാത്തിരുന്നു. പ്രതീക്ഷ തെറ്റിച്ചില്ല. കിടുക്കൻ ഇന്റർവെൽ പഞ്ച്. കൂളായി നിന്ന ഇക്ക പ്രതികാരം ചെയ്യാൻ തുടങ്ങിയ നിമിഷം ഇന്റർവെൽ ടൈമിൽ അദ്ദേഹം മറ്റ് സുഹൃത്തുക്കളോട് പറഞ്ഞു, എടാ പടം തുടങ്ങിയടാ. ഞാനും കട്ട പ്രതീക്ഷയോടെ ഇരുന്നു. പക്ഷേ ഡേവിഡ് നയനാൻ വീണ്ടും കൂൾ ആൻഡ് ക്വയറ്റായി മുമ്പോട്ട് പോയി. തിയേറ്ററിലുള്ളവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന മമ്മൂക്കയുടെ മാസ് രംഗങ്ങൾ ആഘോഷമാക്കി. ഇത്തരത്തിൽ വളരെ വിരളമായ രംഗങ്ങളെ ചിത്രത്തിലുള്ളൂ. പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഗ്രേറ്റ് ഫാദർ ഒരു ക്രൈം ത്രില്ലറാണ്. ചിത്രത്തിലെ വില്ലൻ തന്നെയാണ് ചിത്രത്തിന്റെ സസ്പെൻസ്. എല്ലാം ഉണ്ടായിരുന്നു. ഒരു നല്ല പ്രതികാര കഥ, മമ്മൂക്കയുടെ കിടുക്കൻ ലുക്ക്. സംവിധായകൻ ഹനീഫ് അദേനി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ, മമ്മൂക്ക എന്ന നടന വിസ്മയത്തെ ശരിക്കും ഉപയോഗിച്ചിരുന്നെങ്കിൽ യുവാക്കളുടെ ചോര തിളപ്പിക്കുന്ന ഒരു പക്കാ മാസ് ചിത്രമായി ഇതിനെ മാറ്റാമായിരുന്നു. പക്ഷേ എന്തായാലും മാസിനുപരി ഒരു ക്ലാസ് പടമാണ് ഗ്രേറ്റ് ഫാദർ. ഒരു അച്ഛൻ്റെ പ്രതികാരമാണ് ഗ്രേറ്റ് ഫാദർ. ആ പ്രതികാരം ശരിക്കും പ്രതികാര കടലായിരുന്നെങ്കിൽ ചിത്രം വേറെ ലെവലായേനെ.
എന്തായാലും ഒരു മികച്ച ഫാമിലി മൂവിയാണ് ഗ്രേറ്റ് ഫാദർ. കുറച്ച് ലാഗും പ്രഡിക്റ്റബിൾ സ്റ്റോറിയും ചിത്രത്തിൻ്റെ പോരായ്മയാണ്. ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു സ്റ്റൈലിഷ് ഫാമിലി എൻ്റർടൈനറാണ് മമ്മൂക്കിയുടെ ഗ്രേറ്റ് ഫാദർ. ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരേ ഒരു സംശയം, ശരിക്കും ആരാണ് ഡേവിഡ് നയനാൻ? പുതുപുത്തൻ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നന്ദി.